ഹായ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു പോസ്റ്റ് കൊടുക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം, ഫോളോ ചെയ്ത് വെച്ചേക്കണം. വേറൊന്നുമല്ല, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ലൈവിൽ കൊണ്ടുവന്നിരിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, പുള്ളിയുടെ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വട്ടം എൻ്റെ ചാനലിനകത്ത് ഞാൻ ലൈവിൽ കൊണ്ടുവന്നിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം. എപ്പോഴാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പുള്ളിയെ കിട്ടുന്ന സമയത്ത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. പുള്ളിയെ കിട്ടുന്ന സമയത്ത് ഉറപ്പായിട്ട് ഞാൻ ലൈവിനകത്ത് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന എല്ലാവരും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യും കേട്ടോ. കാരണം അറിയണമല്ലോ എത്ര പേര് ആഗ്രഹിക്കുന്നുവെന്ന്. ഇനി ഇപ്പോൾ മൂന്നാമത്തെ പരാതിക്കാരി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഇത് കോടതി വരെ പറഞ്ഞേക്കുന്നതാണ്, ഉഭയകക്ഷി സമ്മതപ്രകാരം ഇത് കുറ്റകരമല്ല എന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് വീണ്ടും മൂന്നാമത്തെ പരാതിക്കാരി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാം, ഇത് രാഹുൽ എന്നൊരു വ്യക്തിയെ ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ജയിലിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ പൂട്ടുക, രാഹുൽ എന്നൊരു വ്യക്തിയെ എങ്ങനെയെങ്കിലും കുടുക്കി കുറച്ച് ദിവസം ഒരു 10-20 കൊല്ലം ശിക്ഷ മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നഷ്ടപരിഹാരം രാഹുലിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ല ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ആ ഒരു ലക്ഷ്യം മാത്രമല്ല. ഇതിനകത്ത് ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറക്കരുത്. ഈ നിയമസഭ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ രാഹുലിനെ മാറ്റി നിർത്തണം. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അജണ്ട അതാണ്. കാരണം മൂന്നാമത്തെ ഇപ്പോൾ ഈ ഒന്നാമത്തെ പരാതിയിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ജാമ്യം കിട്ടി. മൂന്നാമത്തെ പരാതിയാണല്ലോ ഈ ഇത്രയും ബഹളം ഉണ്ടാക്കി, ഇത്രയും ഭൂകമ്പം സൃഷ്ടിച്ച് കോടതി തന്നെ രാഹുലിന് ജാമ്യം കൊടുക്കുന്നത്. മൂന്നാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ 18 ദിവസം പുള്ളിക്കാരനെ കൊണ്ടുപോയി ജയിലിലിട്ടത്, അല്ലേ? ഒരു മൊഴി പോലും എടുക്കാതെ, പരാതിക്കാരിയുടെ മൊഴി പോലും എടുക്കാതെ. നിങ്ങൾ ഇന്ന് വന്ന പുതിയ വാർത്ത നിങ്ങളൊന്ന് കണ്ടോണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ പരാതിക്കാരി ഇപ്പം മൊഴി കൊടുത്തിരിക്കുകയാണെന്ന്. അതും എംബസി വഴിയാണ് മൊഴി കൊടുത്തിരിക്കുന്നത്, വീഡിയോ കോൾ വഴി. അപ്പോൾ ഇത്രയും ദിവസം മൊഴി എടുക്കാതെയാണോ ഈ വ്യക്തിയെ 18 ദിവസം ജയിലിൽ കൊണ്ടടച്ചത്? ഇത് സത്യം പറഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഇത് എന്ത് ന്യായമാണ് ഇതിനകത്തുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ദിവസമായിട്ട് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തിയെ നട്ടപ്പാതിരയ്ക്ക് 12 മണിക്ക് ഫ്ലാറ്റിൽ ചെന്നിട്ട് കുറ്റവാളികളെ പോലും പിടിച്ചുകൊണ്ട് പോകുന്നതിനേക്കാളും വളരെ കഷ്ടത്തിലാണ് രാഹുലിനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ അടച്ചത് 18 ദിവസം. അപ്പോൾ ഇപ്പം അടുത്ത മൂന്നാമത്തെ പരാതിക്കാരി വീണ്ടും രംഗത്ത് വരുവാണ്. കോടതി പോലും പറഞ്ഞിട്ട് വീണ്ടും പുള്ളിക്കാരിക്ക് അത് അങ്ങോട്ട് ദഹിക്കുന്നില്ലെന്ന് തോന്നുന്നു, ആവുന്നില്ലെന്ന് തോന്നുന്നു. ഇത് ഇന്ത്യ മഹാരാജ്യത്തെ നിയമമാണിത്. ഇനി വിദേശത്തെ നിയമം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. വിദേശത്ത് നിയമം ചിലപ്പം അങ്ങനെ ആയിരിക്കാം. എന്തുവാടെ ഇതൊക്കെ? എനിക്കൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ ആ വാർത്തയൊന്നും ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ മൊഴി എടുക്കുന്നത്. അപ്പോൾ ഇത്രയും നാളും പിന്നെ മൊഴിയില്ലാതെ, ഒരു തെളിവ് ഇല്ലാതെ ഒരു ഇതുമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഈ കോടതി വരെ ഈ ഒരു കേസ് കയറി ഇറങ്ങി? ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഇത് രാഹുൽ എന്നൊരു വ്യക്തിയെ ഒരു 10-20 കൊല്ലം ജയിലിലേക്ക് കൊണ്ടിടുക, അല്ലെങ്കിൽ കുറച്ച് പൈസ നഷ്ടപരിഹാരം മേടിച്ച് പുടുങ്ങുക, ഇത് മാത്രമല്ല ലക്ഷ്യം. അത് മാത്രമല്ല, മെയിനായിട്ടുള്ള ലക്ഷ്യം പുള്ളി ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറക്കല്ലേ. കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനത്തിന് എതിരെ ശക്തമായിട്ട്, ആ ഒരു പ്രസ്ഥാനത്തിന് എതിരെ ഏതെങ്കിലും ഒരുത്തൻ തല മുക്കിക്കഴിഞ്ഞാൽ ആ തലക്കിട്ട് നല്ല കൊട്ടു കൊടുക്കുന്ന രീതിയിൽ നല്ല ശക്തമായിട്ട് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഒരു നട്ടലുള്ളൊരു നേതാവ് ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്, വേറൊരാളും ഇല്ല. അത് സംശയം. അപ്പോൾ ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് അടിച്ച് പുറത്ത് കളയണം. അതാണ് ഇവരെയൊക്കെ ലക്ഷ്യം. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ആ വാർത്തയൊന്ന് കണ്ടുപോകുക. ഇന്ന് വന്ന പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേട്ടോ, മൂന്നാമത്തെ പരാതിക്കാരി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പരാതിക്കാരിയെ വീണ്ടും രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്, അങ്ങനെ വേണം പറയാൻ. രംഗത്ത് പരാതിക്കാരിയെ വീണ്ടും ഇതുപോലെ മൊഴി കൊടുത്ത് വീണ്ടും പരാതികൾ കൊടുപ്പിച്ച് വീണ്ടും രംഗപ്രവേശനം ചെയ്യിപ്പിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ അവിടെ തന്നെ അടിച്ചിരുത്താനുള്ള പരിപാടി. അപ്പോൾ അതൊന്നും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, വാർത്തയൊന്ന് കണ്ടു നോക്കേ.
അതിൽ വിദേശത്തുള്ള അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ചാണ് മൊഴിയെടുത്തത്. ഷബീദ് റാവുത്തർ അല്പസമയത്തിനകം ചേരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ. എന്തായാലും ഈ രഹസ്യമൊഴിയിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമോ എന്ന് ആകാംക്ഷയോട് നോക്കുകയാണ്. ഷബീദ് ചേരുന്നു. പറയൂ ഷബീദ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാം പീഡന പരാതിയിൽ പോലീസിന്റെ നീക്കം അത് നിർണായകമാണ്. കാരണം വിദേശത്തായിട്ടുള്ള പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക അടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ ഈ പ്രതിഭാഗം തന്നെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശമനുസരിച്ചുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശത്തുള്ള അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ എംബസി വഴിയായിരുന്നു മൊഴി നൽകിയത്. ബുധനാഴ്ച എംബസിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ചായിരുന്നു ഈ മൊഴിയെടുപ്പ്. ഒരുപക്ഷേ വളരെ ചുരുക്കം ചില കേസുകളിൽ മാത്രമാണ് ഇങ്ങനെ വിദേശത്തുള്ളവരുടെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നത്. ആ നീക്കത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിട്ടുള്ളത്. മാത്രമല്ല എംബസി മൊഴിയെടുത്ത ശേഷം ഇതിന്റെ പകർപ്പയച്ച് നൽകി പരാതിക്കാരുടെ ഒപ്പം രേഖപ്പെടുത്തി എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻപ് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ രഹസ്യമൊഴിയിൽ ആവർത്തിച്ചെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിവരമായി പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ പെൺകുട്ടി നേരത്തെ പറഞ്ഞ പരാതി ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടി തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. സ്വാഭാവികമായും കണ്ടല്ലോ എന്തുവാടെ ഇതിലേക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇത്രയും ദിവസം മൊഴിയൊന്നും എടുക്കാതെയായിരുന്നു ഈ FIR ഇട്ട് കേസെടുത്ത് ഈ പുള്ളിക്കാരനെ 18 ദിവസം കൊണ്ട് ജയിലിൽ അടച്ചത്. ഇത് എന്തൊരു ന്യായമാണ്, എന്തൊരു വിധിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, അല്ലേ? ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിൻ്റെ എക്സ്ട്രീം ലെവലാണിത്. ഇനി നിങ്ങൾ നോക്കിക്കോണേ, അങ്ങോട്ട് പോകും തോറും ഈ രാഷ്ട്രീയത്തിലോട്ട് യുവ നേതാക്കളൊന്നും ആരും തന്നെ വരത്തില്ല. കാരണം എല്ലാവരും ഇതിന് ലെഫ്റ്റ് അടിക്കും. അതിന് ഏത് പാർട്ടിയിൽ നിന്നായിക്കോട്ടെ. കാരണം എന്താണെന്നറിയോ, ഒരുത്തിനെയും വളരാൻ അനുവദിക്കത്തില്ല. അതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നെറിയട്ട ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഭരണവശത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഏത് പാർട്ടിയിലിരിക്കുന്ന ആളാണെങ്കിലും സ്വന്തം പാർട്ടിയിലുള്ള ആളായിരിക്കും ഏറ്റവും കൂടുതൽ അവനെ വേട്ടയാടുന്നത്. അവനിക്ക് എതിരാളികൾ, അവനെ ഒരുത്തനും വളരെ നല്ല കഴിവുള്ളവനും അതുപോലെ ആ ഒരു നാടിന് വേണ്ടിയിട്ടും വികസനത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കഴിവുള്ള ആളുകളെ കയറി വരാൻ അനുവദിക്കത്തില്ല. അതൊക്കെയാണ് ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ വൃത്തികെട്ട കളികളെന്ന് വെച്ച് കഴിഞ്ഞാൽ. കഴിവുള്ളവരല്ലേ കയറി വരേണ്ടത്. കഴിവുള്ളവരാണ് കസേരകളിൽ, അവരെയാണ് കയറ്റിയിരുത്തേണ്ടത്. മന്ത്രി കസേരയിലായിക്കോട്ടെ അല്ലെങ്കിൽ MLA കസേരയിലായിക്കോട്ടെ, ഏത് കസേരയിലാണെങ്കിലും കഴിവുള്ളവരെയാണ് കയറ്റിയിരുത്തേണ്ടത്. അല്ലാതെ ഒരു കഴിവുമില്ലാതെ ഈ പറഞ്ഞിട്ടുള്ള കഴിവുള്ളവരെയൊക്കെ അടിച്ച് താത്തി മേലോട്ട് കയറി വരുന്ന കുറേ ആളുകളുണ്ടല്ലോ. ആരൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം മന്ത്രി കസേരകളിലും MLA കസേരകളിലൊക്കെ ഇരിക്കുന്ന പല ആളുകളും കഴിവുള്ളവരാണോ? അല്ല, ഒട്ടും കഴിവില്ലാത്തവരാണ്. കഴിവുള്ളവരൊക്കെ എങ്ങനെ ഇപ്പോഴും കൊടി പിടിച്ച് നടക്കുവാണ്. കഴിവുള്ളവരൊക്കെ വർഷങ്ങൾ കൊണ്ട് കഴിവുള്ളവരൊക്കെ കൊടി പിടിച്ച് നടക്കുവാണ്. കാരണം എന്താണെന്നറിയോ, അവരെ വളർന്നു വരാൻ അനുവദിക്കത്തില്ല. അവർക്ക് എപ്പോഴും കുറച്ച് കൊടിയും കൊടുത്തങ്ങോട്ട് വിടും. നീ അവിടെ പോ, നീ ഇവിടെ പോ, അല്ലെങ്കിൽ നീ പോയി ആ ലാത്തിയടി മേടിക്ക്, അല്ല അവിടെ പോയി സമരം ഉണ്ടാക്കി, ഇവിടെ പോയി സമരം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിവുള്ളവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അവരെ വർഷം ഇങ്ങനെ കൊണ്ടുപോകും. അവസാനം എല്ലാം കഴിയുമ്പോഴത്തേക്ക് അവരെ എടുത്തിട്ട് വെളിയിൽ കളയും. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഫിലിപ്പ് മമ്പാട് ഒരു പെൺകുട്ടിയെ, 16 വയസ്സുള്ളൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായി. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. ഒരുപാട് ആളുകൾ കമൻ്റ് ഇടുന്നതൊക്കെ കണ്ടു. പക്ഷേ ഇതുമായിട്ട് ആരും കമ്പയർ ചെയ്യല്ലേ. ദയവ് ചെയ്ത് കുറച്ചെങ്കിലും നിങ്ങൾ തലയിൽ ഐക്യമുള്ളവരാണെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യില്ലേ. ഈ ഈ മാമ്പാടുണ്ടല്ലോ, എന്തൊരു ഈ പോലീസുകാരൻ, പേര് പെട്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ പുള്ളിയും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് കമ്പയർ ചെയ്യില്ല. ഇത് രണ്ട് കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരാളെയും കൊണ്ടുപോയി പറഞ്ഞു പറ്റിച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചല്ല. പരസ്പര സമ്മതത്തോടുകൂടി ഉഭയകക്ഷി സമ്മതപ്രകാരം, അതും പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പോൾ നടന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഫിലിപ്പ് മമ്പാട്, ഇപ്പം പേര് വന്ന് ഫിലിപ്പ് മമ്പാട് ചെയ്തിട്ടുള്ള എന്താണ്, 16 വയസ്സുള്ള കുഞ്ഞിനെ, അതും കുഞ്ഞിന് മാനസികമായിട്ട് ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ചെറിയ പ്രശ്നമുള്ളൊരു കുഞ്ഞാണ്, മൈനറാണ്. നിങ്ങൾ നോക്കിക്കോണം. അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, നിയമം അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം പോലീസ് ഇത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്, അറിയാൻ കഴിഞ്ഞത്. പുള്ളി കുറ്റം സംഭവിച്ചെന്നും പറയുന്നുണ്ട്. അപ്പം പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. മൈനറായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അതിൻ്റെ തലയ്ക്ക് ഇച്ചിരി ബുദ്ധിക്കുറവ് എന്തെങ്ങാണ്ടൊക്കെ ഉണ്ട്, അസുഖം എന്തെങ്ങാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കൊണ്ടുപോയി പീഡിപ്പിച്ചതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു മുകേഷ് നായർ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ഇതൊരു കള്ളക്കേസാവാനാണ് ചാൻസ്, അല്ലാതെ ഇത്രയും നാളും കുട്ടി എവിടെ പോയി, ഇപ്പം പരാതി കൊടുക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഈ മുകേഷ് നായർ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ഇത്
ഇപ്പം അത് അന്വേഷിക്കട്ടെ, ഇത് കോടതി അന്വേഷിച്ച് പോലീസ് അന്വേഷിച്ച് നിരപരാധിയാണോ അല്ലയോ എന്നൊക്കെ തെളിയട്ടെ. പക്ഷേ എനിക്കിത് അറിയാൻ സാധിച്ചാൽ ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കുറ്റസമ്മതം നടത്തിയതാണ് ഞാനും അറിയുന്നത്. ഇപ്പം ഈ മുകേഷ് നായർ കഴിഞ്ഞ ദിവസം മെൻ കമ്മീഷൻ, ശരിയാണ്, മെൻ കമ്മീഷൻ അത് ജെന്യൂൻ ആയിട്ടുള്ള പരാതികളാണെങ്കിൽ നമ്മൾ അവരോടൊപ്പം നിൽക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ്, ജെന്യൂൻ ആയിട്ടുള്ള കേസായതുകൊണ്ടാണ് ഞാനും പുള്ളിക്കെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്, നിങ്ങളും സംസാരിക്കുന്നത് അല്ലേ. പക്ഷേ ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 2025 സെപ്റ്റംബറിൽ എപ്പോഴും കണ്ടാൽ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, അതൊരു കൊച്ചു കുഞ്ഞാണ്, 16 വയസ്സുള്ളൊരു കൊച്ചു കുട്ടിയാണ്. ഇനി കൊച്ചു കുട്ടിയോ പോലെ 16 വയസ്സെന്ന് പറയുമ്പോൾ ചിലവർ ആയിരിക്കും അതങ്ങനെ കൊച്ചുകുട്ടിയാവുന്ന, പോട്ടെ. ആ പ്രായത്തിലുള്ളൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തുറന്നു പറയാൻ ഒരു മനസ്സ് കാണും. പക്ഷേ ആ കുട്ടിക്ക് അത് പറയാനുള്ളൊരു മനസ്സുണ്ടായില്ല. ചിലപ്പോൾ നാണക്കേട് ഭയന്നായിരിക്കാം, ചിലപ്പോൾ അപമാനം ഭയന്നായിരിക്കാം, ചിലപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഭീഷണിയോ എന്തെങ്കിലുമൊക്കെ നേരിട്ടിട്ടായിരിക്കാം. പക്ഷെ അവിടെയും ആ കുഞ്ഞ് വീട്ടിലല്ല പറഞ്ഞത്. ചിലപ്പോൾ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് കൗൺസിലിംഗ് നടത്തിയപ്പോഴത്തേക്ക് സ്കൂളിൽ ടീച്ചറിനോടാണ് പറഞ്ഞത് ഈ സംഭവം. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു കാരണം വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ ഇഷ്യൂവും തമ്മിൽ കൂട്ടി കലർത്തരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുകേഷ് നായറിൻ്റെ ഒരു ചെറിയൊരു ബൈറ്റിനകത്ത് ഞാൻ കണ്ടതാണ്. ഇപ്പം ഇത്രയും ദിവസമായിട്ട് കുട്ടി എന്തുകൊണ്ട് പറഞ്ഞില്ല, കുട്ടി എന്തുകൊണ്ട് ഇത് വീട്ടുകാരെ അറിയിച്ചില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞില്ല, 2 ആഴ്ച പറഞ്ഞിട്ട്, അത് കുട്ടിയാണ്, അതാദ്യം മനസ്സിലാക്കുക, മൈനറാണ്. അപ്പം ആ കൊച്ചു കുഞ്ഞിന് ചിലപ്പം ആ പറയാനെ കൊണ്ട് അത്രയ്ക്കും ഭയമായിരിക്കാം. ഇപ്പം അത്യാവശ്യം പക്വതയും വിവരമുള്ള, ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് തന്നെ അവർ 30 വയസ്സൊക്കെ മേലുള്ള സ്ത്രീകളാണ്. അത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്തത്. അതിനകത്തൊരിക്കലും നമ്മൾ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഫിലിപ്പ് മമ്പാടിൻ്റെ കാര്യത്തിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. പുള്ളി ഇത്രയും ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്, അറിയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, എല്ലാം കൊണ്ടും ലഹരിക്കെതിരെയൊക്കെ ശക്തമായിട്ട് പോരാടുന്ന ഒരു മനുഷ്യനാണ്. ഒരു കാരണം വെച്ചാൽ നിയമം അറിയുന്ന ഒരു വ്യക്തിയും കൂടാണ്. അപ്പം ഒരു കാരണം വെച്ചാലും ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതെന്തായാലും ഞാനിപ്പോൾ അറിഞ്ഞിടം വെച്ചിട്ട് എനിക്കത് സത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, പുള്ളി അത് കുറ്റം സംഭവിച്ച് എന്ന് ശരിവെക്കുന്ന രീതിയിലാണ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടോണേ. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി പാലക്കാട് വന്നില്ലെങ്കിൽ, പാലക്കാട് രാഹുലിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ, മത്സരിപ്പിച്ചില്ലെങ്കിൽ പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യില്ല, അസാധുവാക്കി കളയും. തൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും കൊണ്ട് അസാധുവാക്കിപ്പിക്കും. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് കഴിഞ്ഞാൽ തൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും വോട്ട് രാഹുലിന് കൊടുക്കുമെന്ന് ഒരു യുവാവിൻ്റെ വെല്ലുവിളി ഞാൻ ഇവിടെ വെച്ചുതരാം. കാരണം അത്രമാത്രം ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നെഞ്ചിലേറ്റുന്നു. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി പാലക്കാടേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക ആ വ്യക്തി പറയുന്നത്. കാരണം ഇതുപോലെ ഒരുപാട് അമ്മമാർ, ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രാഹുലിൻ്റെ തിരിച്ചുവരവ്. നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കേ. പാലക്കാട്ടെ എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാ വോട്ടും രാഹുൽ മാങ്കൂട്ടത്തിലുള്ളതായിരിക്കും. അത് എൻ്റെ ഉറപ്പ്, എൻ്റെ സുഹൃത്തുക്കളുടെ അഭിപ്രായമാണത്. അദ്ദേഹം മത്സരിക്കുന്നില്ല എങ്കിൽ അവരുടെ എല്ലാ വോട്ട് അസാധുവായി പോയിരിക്കും. ധൈര്യമുണ്ടോ നേതാക്കളെ അദ്ദേഹത്തിന് ഇലക്ഷനിൽ നിലനിർത്താൻ? ഇപ്പോഴും ജനലക്ഷങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുണ്ട്. നിങ്ങൾക്കൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആരാധിക്കുന്നവരാണ് ഇന്നിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ. ഇന്ന് കേസ് വരുന്നതിന് മുമ്പ് എത്ര പേരുണ്ടോ അതിനേക്കാൾ 4 ഇരട്ടി ആരാധകരാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, രാഹുൽ ഈ കോൺഗ്രസിനോട് ചോദിക്കുന്നത്, കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ അദ്ദേഹത്തിനെ പുറത്താക്കിയോട് ചോദിക്കുന്നു, തിരിച്ച് കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും അദ്ദേഹത്തിനെ കോൺഗ്രസിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇലക്ഷനിൽ നിർത്താൻ കഴിയുമോ? സ്ഥാനാർത്ഥിയായിട്ട് നിലനിർത്തണം. അങ്ങനെ നിലനിർത്തിയാൽ ബഹുഭൂരിപക്ഷത്തോടുകൂടിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വരുന്നത്. അത് കോൺഗ്രസിനും ഒരു ഉന്നത വിജയമായിരിക്കും. അതല്ലാത്ത പക്ഷം ഒരുപക്ഷെ ചിലപ്പോൾ പാലക്കാട് തന്നെ കൈവിട്ട് പോയിരിക്കും. ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം അതിന്റെ റിസൾട്ട് എന്താണെന്ന്. ജനലക്ഷങ്ങളുടെ യുവ നേതാവിനെ തകർക്കുക എന്ന ലക്ഷ്യവുമായി അണിഞ്ഞൊരുങ്ങി ഇറങ്ങിത്തിരിച്ചവർ ഇന്ന് മാളത്തിലേക്ക് ഒതുങ്ങുമ്പോൾ ഇനിയും അണിയറയിൽ ഒരുങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വരാം. രാഹുൽ ഇന്നിപ്പോൾ പുറത്താണ്. ഇനിയും അകത്തിടാം, എത്ര കാലമെങ്കിലും നിങ്ങൾക്ക് അടച്ചുവിട്ടാം. എങ്കിലും ആ യുവ നേതാവിന്റെ വീര്യം ഒരിക്കലും കുറയത്തന്നില്ല, കൂടുതൽ തന്നെ ഉള്ളൂ. നിങ്ങൾ എത്രമാത്രം അച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അത്രയും വീര്യം കൂടി വരത്തുള്ളൂ. അദ്ദേഹം നാളെ ഒരു കാലത്തൊരിക്കൽ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയായി മാറിയേക്കാം. അന്നും കാണണം ഈ പറഞ്ഞ എല്ലാ ആളുകളും അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവരും പരിഹസിച്ചവരും പുഞ്ചിച്ച് തള്ളിയവരും ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവരും. കേട്ടല്ലോ, ഇതുപോലെ 10,000-കണക്കിന് ആളുകളാണ് ആഗ്രഹിക്കുന്നത് രാഹുലിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട്. പാലക്കാടിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം അതിശക്തനായിട്ട് തന്നെ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്.
കാരണം എൻ്റെ പൂർണ്ണ പിന്തുണ എപ്പോഴും ഉണ്ടാകും. കാരണം പുള്ളിയുടെ രാഷ്ട്രീയത്തേക്ക് ഒരുപാട് ഞാൻ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. കാരണം പെട്ടെന്ന് പുള്ളിയെടുത്ത് കരിയില പോലെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് സത്യമായിട്ടും അതിനെതിരെ ശബ്ദം ഉയർത്തണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മളേക്ക് ഒരു ഇത് ശബ്ദങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി കൊണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടെങ്കിലും ആ ഒരു പാർട്ടി തിരിച്ചെടുക്കട്ടെ. ആ ഒരു പാർട്ടി പുള്ളിക്ക് തെറ്റ് പറ്റിയില്ല എന്നല്ല, പുള്ളിക്ക് പറ്റിയൊരു തെറ്റ് അത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് അത് പാടില്ലായിരുന്നു. പക്ഷേ അത് അവിടെയും പരസ്പര സമ്മതത്തോടു കൂടി മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് മാറുന്നത്. പക്ഷേ ഒരു വാണിംഗ് ആയിട്ട് പാർട്ടി കൊടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ തെറ്റ് പറ്റാത്തതായിട്ട് ആരുമില്ലല്ലോ ഇവിടെ. ഇപ്പം ഞാനും നിങ്ങളൊക്കെ 100% പെർഫെക്റ്റ് ആയിട്ടാണോ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങളൊന്ന് പറ. നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് ഒരു കണ്ണാടി എടുത്ത് വെച്ചിട്ട് നേരെ നോക്കിയിട്ട് ഞാൻ തെറ്റ് ചെയ്യാത്തവനാണ്, ഇത്രയും വയസ്സ് വരെ അല്ലെങ്കിൽ ജനിച്ചിട്ട് ഇതുവരെ ഞാൻ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? ഇല്ല. ഒളിഞ്ഞും മറഞ്ഞും എല്ലാവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമുണ്ട്. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം അല്ലേ? അപ്പം തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് ആരുമില്ല. പക്ഷേ അത് അവരെ പറഞ്ഞ് തിരുത്തി അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാണ് ചെയ്യേണ്ടത്. അവിടെയാണ് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിജയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ? ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഭൂരിപക്ഷ വിജയത്തോടു കൂടി ജയിച്ചു വരത്തേ ഉള്ളൂ. ആ ഒരു പ്രസ്ഥാനം ഉയർന്നു വരത്തേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിലിരിക്കുന്ന മുതിർന്ന നേതാക്കളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. അത്രമാത്രമേ പറയാനുള്ളൂ. എന്തായാലും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അതുപോലെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേക്കുക.